ഹായ്, കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മോര് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു 5 സ്പൂണ് തൈര് എടുത്തിട്ടുള്ളത്. അത് കട്ടി തൈരാണ്. കട്ടി തൈരായതുകൊണ്ട് നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടതുകൊണ്ട് ഒരു 5 സ്പൂൺ എടുത്താൽ മതിയാവും. കേട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്പൂണോട്ട് നന്നായിട്ട് ഇളക്കിയാലും മതി. നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കട്ട എല്ലാം പോകണം. നന്നായിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും നമുക്ക്. നന്നായിട്ട് ഇളക്കിയ ശേഷം 1 സ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യുക. ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല ഇളക്കിയിട്ട് ഇപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നടുക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി ചൂടായ ശേഷം നമുക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 സ്പൂണ് ഉലുവ ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് ഞാൻ ഇങ്ങനെ നടുകെ കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അങ്ങനെ തന്നെ എടുക്കണം. പിന്നെ നമുക്ക് പച്ചമുളക് നമ്മളെ ഉലുവ പൊട്ടിയ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ നന്നായിട്ട് ഇളക്കും. പച്ചമുളക് നന്നായിട്ട് ഇളക്കുക. നല്ല എണ്ണയിൽ നല്ലത് മുരിഞ്ഞതുപോലെ ഒരു കളറൊക്കെ ലൈറ്റ് ഗ്രീനായി മാറുന്നില്ല ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ. പിന്നെ അതിനുശേഷം നമുക്ക് പൊടിയായിരുന്നു ചെറിയ സവാളയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിച്ച സവാളയുടെ കളർ ചെറിയൊരു ബ്രൗൺ പോലെ ആവണം. അതിനൊപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഏകദേശം സവാളയൊക്കെ കുറച്ചൊരു ലൈറ്റ് ഒരു ബ്രൗൺ പോലെ ആവുന്നുണ്ട്, ഒക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് നന്നായി നമ്മൾ ഇളക്കണം. എല്ലാം നന്നായി ഒന്ന് മിക്സായി വരണം. ഇതാ കണ്ടില്ലേ, ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒരുപോലെ ആയിട്ടുണ്ട് എല്ലാം. നമ്മളെ പച്ചമുളകും സവാളയും എല്ലാം എണ്ണയിൽ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അവസാനമായി നമുക്കതിൽ ക്രഷ് ചെയ്ത് വെച്ച ചുവന്ന മുളക് 1 സ്പൂൺ ചുവന്ന മുളകും കൂടെ നമുക്കതിൽ വെച്ച് ആഡ് ചെയ്യാം. പിന്നെ അവസാനം നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില അവസാനം ചേർത്താൽ മതി. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു മോര് കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല ചൂട് ചോറിനെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു മോര് കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കത് മോരിലോട്ട് ആഡ് ചെയ്യാം. മോരിലോട്ട് ആഡ് ചെയ്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്ക് വറവ് അതിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ പച്ചമുളകിന് എരിവ് നല്ല പൊളിയായിരിക്കും. പച്ചമുളകിന് എരിവൊന്നും ഉണ്ടാവില്ല. കഴിക്കാൻ നമുക്കത് പച്ചമുളക് തന്നെ നമുക്ക് എടുത്ത് തിന്നാൻ പറ്റും. അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നില്ലേ? നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്